യൂട്ടോപ്യൻ. നമ്മുടെ സോഷ്യൽ കണ്ടീഷൻസ് ബോംബെയിലേതല്ല. രോഗലക്ഷണത്തിനല്ല, രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചു തുടങ്ങിയോടെയാ മൊത്തം സീൻ മാറിയത്. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് ഈ നാടിന്റെ ശാപം. തൊഴിലായി എന്ത് സ്വീകരിച്ചാലും അതിലെ ഉയർച്ച മാത്രം, പ്രതിഫലം മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതിനായി എന്ത് വഴിയും. മണി, മസിൽ. ഹായ്. ഹായ്. ആരാ അടുക്കള കയറിയത്? മനു ആണോ? നോ, ഇൻസ്പെക്ടർ ഉണ്ടാക്കിയ ചായ. ആ, എന്നാ ഷുവറാ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. പോയി നോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റ്സ് കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ആണോ? അശോകിനെ ഇന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. വൈ? അശോക്, ഇന്നത്തെ ദിവസം ഏതാന്ന് മറന്നൂല്ലേ? എന്ത്? തലയിൽ മുഴുവൻ ഗുണ്ടകളും പൊളിറ്റീഷ്യൻസും, പിന്നെ ആവശ്യമില്ലാത്ത പലതും നിറയുണ്ടല്ലോ. എന്താ ശീല? പൂക്കളുമായി ഒരാളെ കാണാൻ പോവാറുള്ള ദിവസം ഇത്, നവംബർ 1. ഞാനെല്ലാം മറന്നു പോകുന്നു. സാരില്ല, പോയിട്ട് വാ. ലഞ്ചിന് ഞങ്ങൾ കാത്തിരിക്കും. ആരെ കാണുന്ന കാര്യ? ബെറ്റി, അശോകിന്റെ അവളുടെ ഓർമ്മ ദിവസം അന്ന്. ആ, 1-ാം തീയതി സാധനം എവിടുന്ന് കിട്ടി? അതെന്ത് ചോദ്യവാശാനെ, ഞാനിപ്പോ 1-ാം തീയതി അടിയുള്ളൂ. കിട്ടാതെ വരുമ്പോഴേ നമുക്ക് അടിക്കാൻ പൂതി കയറുന്നേ. ഒരെണ്ണം ഒഴിച്ച് വലി. അയ്യോ, എപ്പോഴാ കയറി വരികയെന്നറിയില്ല. മോന്റെ പ്രായമുള്ള എസ്ഐയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ അത് നാണക്കേടാ. അടി പിടി മാഫി പിടികളെ. ആ, എന്താടാ ഇവിടെ? ഏതാ ടീം? നീ അവനൊന്ന് ഫോണിൽ പിടി. ഏതാ ഫോണിൽ അവനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യേ. ഫോൺ ഓഫാ. ഏതാ സ്ഥലം? പറഞ്ഞതല്ലേ ഞാൻ, നല്ല പച്ച മലയാളത്തില്. കേട്ടില്ല? കൊല്ലാൻ അല്ലെങ്കിൽ ചാവാൻ രാവിലെ കണ്ണും തുറന്നിറങ്ങുന്നവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന് ദേഹം മുറിച്ച് ചോര വരുത്തിയ വിടില്ല അവന്മാര്. ഇരുളിലും മറവിലും കാത്തു നോക്കിയതുപോലെ. വാ, ഞാൻ കൊണ്ടുവിടാം. താങ്ക് യു. പൊയ്ക്കോളാം, വണ്ടിയുണ്ട്. പക്ഷെ ഷൺമുഖൻ, ഈ ടൈമിംഗ് അപാരം, ഈ സ്ഥലം, ഈ കൊട്ടേഷൻ, ആരെ ഇതൊക്കെ കൃത്യമായിട്ട് ഷൺമുഖൻ അറിയിക്കുന്നത്? കണ്ടോ, ഒരു ഉപകാരം ചെയ്തപ്പോ പാരയായി. എന്നെ ആര് വിളിക്കാൻ, എന്ത് പറയാൻ? സത്യത്തിൽ ഞാൻ ഈ വഴി പോകേണ്ടവനല്ല. ഈ വഴി പോയാൽ ഷോർട്ട് കട്ടാണല്ലോ എന്ന് കരുതി തിരിഞ്ഞു. അപ്പോഴാ. ശരി, ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ നമുക്ക് ഇനിയും കാണാം. എന്നെ കാണാൻ വേണ്ടി വഴിമാറി നടക്കണ്ട. ദിക്കറിയാതെ കുഴങ്ങി വീടത്തില്ല സമയത്തിന്. ഷൺമുഖൻ പോട്ടെ. ഷൺമുഖന്റെ ഹെൽപ്പ്, കോഓപ്പറേഷൻ, അത് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലേ അശോക്, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാവും.
മോഷ്ടാക്കളും തെമ്മാടികളും ഇല്ലാത്ത സങ്കല്പ സുന്ദര നഗരമൊന്നും നമ്മൾ വിചാരിച്ച ഒരു നാളുകൊണ്ട് കെട്ടിപ്പൊക്കാനാവില്ല. പക്ഷേ ഇന്ന് ഈ സിറ്റി ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം വാടക ഗുണ്ടാ സംഘങ്ങളാണ്. പണമുള്ള ആർക്കും അവരെ ഉപയോഗിക്കാം. ആർക്കെതിരെ കയ്യോ കാലോ തലയോ വെട്ടാം, പണം പിരിക്കാം, വാങ്ങിച്ച പണം കൊടുക്കാതിരിക്കാം, കൊല്ലാനും വളരാനും അവരെ ഉപയോഗിക്കാം. പറയൂ ഷൺമുഖൻ, ഈ സിറ്റിയുടെ താഴെത്തട്ടിലെ ജീവിതവും അതിന്റെ പൾസും നന്നായി അറിയാവുന്ന ഷൺമുഖൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാനാവില്ലേ പലതും? നിങ്ങൾ രണ്ട് സാറന്മാരെയും ഷൺമുഖൻ ഇഷ്ടമാണ് എന്ന് വെച്ചാ വാങ്ങുന്ന ശമ്പളത്തോട് കൂറും നെറിയും കാട്ടുന്നവരാ രണ്ടുപേരും. ഞാൻ ആ കൂട്ടത്തിൽ പെടുകയില്ല. പോലീസുകാരുടെ തൃപ്തിക്ക് വേണ്ടി പോലീസായവനാ ഷൺമുഖൻ. സാറ് പറയുന്ന ഈ പട്ടണത്തിന്റെ താഴെത്തട്ട്, അതായത് അഴുക്കുചാലി കിടന്ന് വളർന്നവനാ ഞാൻ. പഴയ കരിവണ്ടിയുടെ മണമുള്ള ഒരു ഓർമ്മയുണ്ട്. 3-ാം വയസ്സിൽ പിച്ചുറക്കാത്ത കാലുകളോടെ തള്ളയാര് തന്തയാരെന്നറിയാതെ ആരിവിടെ കൊണ്ട് ഉപേക്ഷിച്ചു, ആരുടെ കൈവരലിന്ന ആരുടെ മടിയുന്ന ബന്ധം വിട്ടുപോയെന്നറിയാതെ പകച്ചു നിന്ന ചെക്കന് പറയാനൊരു പേര് പോലും ഉണ്ടായിരുന്നു. വാതുരുത്തി കോളനിയില് ഒരു കുഷ്ഠരോഗി പിച്ചക്കാരുണ്ടായിരുന്നു, ഒരു പാണ്ടി. 6 വയസ്സ് വരെ അന്നം തന്ന തന്ത. അങ്ങേരാ ഷൺമുഖൻ എന്ന് വിളിച്ചത്. അങ്ങേര് ചത്തേ പിന്നെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ തെണ്ടിക്കൊണ്ടിരുന്നപ്പോഴാ പോക്കറ്റ് അടിച്ചെന്നും പറഞ്ഞ് പിടിച്ചത്. പിടിച്ച പോലീസുകാരൻ ലാത്തിക്ക് തല്ലി ഇടത്തേക്കാലിൽ എല്ല് പൊട്ടിച്ചു. പുണ്ണും പഴുപ്പുമായി കാലും വലിച്ചു നീട്ടി തെരുവ് നായെ പോലെ നടന്നവനെ വിളിച്ചോണ്ടുപോയി ആഹാരം തന്നതും സ്കൂളിന്റെ പടി കടത്തി വിട്ടതും ആശാനെന്ന് വിളിക്കുന്ന, മനസ്സിൽ ദൈവത്തിന് സമമായി കാണുന്ന മനുഷ്യനാ. ഈ ലോകത്ത് ഷൺമുഖൻ ആരുടെയെങ്കിലും മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വാക്കിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രമാണ്. മറ്റൊന്നിനും ഷൺമുഖനെ മാറ്റാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞത് ഷൺമുഖനെ വിട്ടേക്കെന്റെ സാറന്മാർ. ഈ പട്ടണമല്ല, ഈ ഭൂമി മുഴുവൻ തെരുവിലെ കറുപ്പിൽ കഴിയുന്ന, ലോകം തെമ്മാടികളെന്ന് വിളിക്കുന്ന, വയറ് വിശന്ന് സഹിക്കാതെ ചായക്കടയിലെ കണ്ണാടി പാത്രം എറിഞ്ഞുടച്ച് കണ്ണിൽ കണ്ടത് വാരിത്തന്ന് കള്ളനാക്കപ്പെട്ട വർഗം. പിന്നെ ഗുണ്ടകൾ. ആൺഗുണ്ടയ്ക്ക് പെൺഗുണ്ടയിൽ ജനിച്ച വിചിത്ര ജന്തുക്കളൊന്നും അല്ല ഗുണ്ടകള്. കൂലിയും പിന്നെ മൂർച്ചയുള്ള ഇരുമ്പ് കൈ കൊടുത്ത് രാഷ്ട്രീയക്കാരനും ബ്ലേഡ് കമ്പനിക്കാരനും കള്ളു കച്ചവടക്കാരനും കൂടെ ഉണ്ടാക്കിയതാ ഗുണ്ടകളെ. പിന്നെ ചില പേ പിടിച്ചവന്മാരുണ്ട്, ചങ്ക് കുത്തിക്കീറിട്ട് കിട്ടുന്നതിന് മാത്രമേ തീറ്റ മേടിച്ച് തിന്നൂന്ന് തീരുമാനിച്ചിട്ടുള്ള പിഴകള്. എല്ലാരും കൂടെ തല്ലി തകർക്കട്ടെ, എനിക്കെന്ത് ചെയ്തം? എനിക്ക് പോണം. ആ പിന്നെ സാറിനോടൊരു കാര്യം, എന്നും എവിടെയും വടിവാളിന്റെയും കട്ടപ്പാറയുടെയും മുന്നിൽ നിന്ന് രക്ഷിക്കാൻ ഷൺമുഖൻ എത്തിയെന്ന് വരില്ല. ചോര കണ്ട് അറപ്പ് തീർന്നവന്മാരെ കുറുക്കാൻ ഒരു മുഴം കയറുമായിട്ട് ഒറ്റക്കിറങ്ങരുത്. ചില്ലിട്ട പടമാക്കി പൂച്ചത്രക്കെ കയറ്റുമ്പോൾ. He is cold-blooded. ഇല്ല സർ, അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവേറ്റ ഒരു പാവ മനുഷ്യനുണ്ട്. ഞാൻ അയാളെ വിടില്ല. ഷൺമുഖൻ ഒരു വഴിയാണ്, നമ്മൾ തേടി നടക്കുന്നവരുടെ അരികിലേക്ക് എത്താനുള്ള ഏക വഴി. ഹലോ സർ, ഞാൻ അയാളുടെ വീട്ടിലുള്ളത്. ഇല്ല, മറ്റൊരു കാര്യം, അയാളുടെ കൂടെ ഇടം വരെ പോകാനുണ്ട്. എന്നിട്ട് വിളിക്കാം. ഓക്കെ സർ, ബൈ. എന്താ സാറേ, വന്നിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞു മോമാലി. ഓ ചുമ്മാ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയതാ. അന്നേ കണ്ടു, അവളുടെ ചിത്രം വരെ കണ്ടു, അങ്ങനെ അങ്ങിരുന്നു പോയി. ഇന്നൊരു ബോറൻ ദിവസം. വെള്ളം അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതും തനിച്ചാവുമ്പോ ചീഞ്ഞ പരിപാടിയാ. താനെന്താ പ്രോഗ്രാം? എനിക്കൊരു കല്യാണ വീട് വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ആ എന്നാ ഞാനും വരാം. അയ്യോ, അത് സാറിന് പോകാൻ പറ്റിയ ഒരു വീടല്ല, ഏരിയല്ല, പാവത്തങ്ങളുടെ ഒരു സെറ്റപ്പാ. ഷൺമുഖ, എനിക്കങ്ങനെ കൊമ്പത്തെ കല്യാണത്തിന് പോയി മാത്രമല്ല ശീലം. തനിക്ക് എന്നെ കൂട്ടാൻ കുഴപ്പമില്ലെങ്കിൽ ഞാൻ റെഡിയാ. പിള്ളേര് സെറ്റിന്റെ വെള്ളവടിയും അൽക്കുലത്തൊക്കെ ആയിരിക്കും. ആട്ടേന്നേ, നമുക്കൊന്ന് തല കാണിച്ചെങ്കിൽ പോരാ. താൻ എന്റെ സുഹൃത്തായിട്ട് കൂട്ടു ഷൺമുഖ. എന്നാ പോര്, ഇറങ്ങണേനും പറഞ്ഞ് പിടിപ്പിക്കണം. 2 എണ്ണം, ബാക്കി അവിടെ ചെന്നിട്ട്. ഇതേതാണ്ട് ഉടായ്പിനുള്ള ഗോളാ.